നമസ്കാരം ശ്രീകാന്ത് സാർ. എന്താ കഥ? ആരാ പറഞ്ഞത്? എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? സാർ, ഫെബ്രുവരി ആദ്യത്തെ രണ്ടാം വ്യാഴാഴ്ചയും 5, 12 തീയതി അടുപ്പിച്ച് ഗുരുവായൂരിൽ കണ്ണൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എൻ്റെ കണ്ണൻ തന്നു. എനിക്ക് കാര്യം പറയാം. ഞാൻ എപ്പോഴും ത്രിമധുരം കേൾക്കാറുണ്ട്. എന്നും മഞ്ചാടിക്കുരുവിൻ്റെ അനുഭവങ്ങൾ എല്ലാവരും പറയാറുണ്ടല്ലോ. അപ്പം ഞാനും എനിക്കൊരു മഞ്ചാടിക്കുരു എവിടുന്നെങ്കിലും കിട്ടണേ എന്ന് കണ്ണനോട് പ്രാർത്ഥിച്ചു കേട്ടോ. പിന്നെ ഞാൻ തന്നെ വിചാരിക്കും, എവിടുന്ന് കിട്ടാനാ എനിക്ക്? അങ്ങനെ സ്വയം പറയും. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും റോഡ് സൈഡിലുള്ള ഒരു ചെറിയ മാരിയമ്മൻ്റെ അമ്പലമുണ്ട്. അവിടെ മിക്കവാറും കയറാറുണ്ട്. റോഡ് സൈഡിൽ തന്നെ വളരെ ചെറിയൊരു അമ്പലമാണ്. 3-4 വർഷമായിട്ട് ഞാൻ അവിടെ പോവാറുണ്ട്. അങ്ങനെ 12-ാം തീയതി വ്യാഴാഴ്ച ഞാൻ ഗുരുവായൂരിൽ പോവാണ്. 11-ാം തീയതി ജോലി കഴിഞ്ഞ് വരുമ്പോൾ മാരിയമ്മയുടെ അമ്പലത്തിൽ കയറി. സാർ, അപ്പോൾ കർപ്പൂരം കത്തിക്കുന്ന തട്ടിൽ 5-6 മഞ്ചാടിക്കുരു. ഞാൻ സ്വാമിയോട് ചോദിച്ചു, സ്വാമി ഇതെന്താ ഇതിൽ മഞ്ചാടിക്കുരു എന്ന്? അപ്പോൾ സ്വാമി പറഞ്ഞു, അമ്പലത്തിൻ്റെ തൊട്ട വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അവിടുത്തെ കുട്ടികൾ കൊണ്ടുവന്നിട്ടതാണ് എന്ന് പറഞ്ഞു. ഇതെവിടാ ഒരു മരമുണ്ട്, ഇതാ ആ മരത്തിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞു കേട്ടോ. എന്താ കഥ? ഞാൻ ഓടിപ്പോയി നോക്കിട്ടോ. അമ്പലത്തിന്റെ ഒരു 5 മീറ്റർ അടുത്ത് ഒരു മരത്തിൽ മഞ്ചാടിക്കുരു. ഒരു വീടിന്റെ സൈഡാണ്, ഗേറ്റിന്റെ ഉള്ളിലാണ്. മരത്തിൽ വള്ളി, ഗേറ്റ് തുറക്കാൻ പറ്റില്ല. അടിച്ചു വാരി കൂട്ടിയിരിക്കുന്നു. എനിക്ക് കൈ എത്തി എടുക്കാൻ പറ്റില്ല. അതെല്ലാം ഞാൻ അങ്ങനെ പെറുക്കി എടുത്തു കേട്ടോ. കുറച്ച് ഇരുട്ടായി, കാണാനും പറ്റുന്നില്ല. എങ്കിലും സാർ, എനിക്ക് മഞ്ചാടിക്കുരു കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട് കണ്ണൻ എൻ്റെ കുട്ടികളോട് അത് പെറുക്കി മാരിയമ്മയുടെ കർപ്പൂരത്തട്ടിൽ ഇടാൻ പറഞ്ഞത്. 4 വർഷമായി ഞാൻ അതിലേ പോയി വരുന്നു സാർ. പിറ്റേ ദിവസം ഞാൻ കണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തലേ ദിവസം ഇതുവരെയും കാണാത്ത മഞ്ചാടിക്കുരുവിൻ്റെ മരം എനിക്ക് കണ്ണൻ കാണിച്ചു തന്നതല്ലേ സാർ. ഒരിക്കലും എനിക്ക് മഞ്ചാടി കിട്ടിയില്ല. എല്ലാവരും ത്രിമധുരത്തിൽ റോഡിൽ നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് എവിടുന്ന് കിട്ടാനെന്ന് ഞാൻ കണ്ണനോട് പറയും. എൻ്റെ കണ്ണൻ എനിക്ക് ഒരു മരമേ കാണിച്ചു തന്നു. സാറ് ഒന്ന് പറയോ, എങ്ങനെയുണ്ട്? ഒരു മരം തന്നെ കാണിച്ചു തന്നില്ലേ? വീട്ടിൽ വന്ന് മോളോട് വിവരം പറഞ്ഞു. അപ്പം മോള് ഇതാണോ മഞ്ചാടി, ഇപ്പൊ വരാന്ന് പറഞ്ഞ അവള് കുറെ എന്തെല്ലാമോ തപ്പിട്ടോ. അവസാനം ഒരു ചെറിയ ഡപ്പി അവള് കുറെ മഞ്ചാടി എടുത്തു വെച്ചിരിക്കുന്നു. അത് കയ്യിൽ കോർത്തിടാനാണെന്ന് പറഞ്ഞു. അവള് 5 വർഷമായി എടുത്തു വെച്ചിരിക്കുകയാണ്. അതെല്ലാം അവള് എനിക്ക് തന്നു സാർ. എങ്ങനെയുണ്ട് സാർ ട്വിസ്റ്റ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അത്ഭുതം തന്നെയല്ലേ. ഇത് ചുരുക്കി എഴുതിയതാണ്. ഒരുപാട് കാര്യമുണ്ട് എഴുതാൻ. കണ്ണന്റെ കരുതൽ ഒരുപാട് അനുഭവിച്ചതാണ്. അതെങ്ങനെയാ എണ്ണാൻ പറ്റില്ല സാർ. അത്രയ്ക്ക് അനുഭവങ്ങൾ തന്നിട്ടുണ്ട് കണ്ണൻ. എന്നും കൂടെയുണ്ട്. പക്ഷേ ഞാനാണോ കണ്ണനെ സ്നേഹിക്കാത്തത് എന്ന് എനിക്ക് തന്നെ തോന്നൂട്ടോ. ത്രിമധുരം എന്നും കേൾക്കാറുണ്ട്. ഞാൻ അതിലെ അംഗമല്ല. എത്രയും പെട്ടെന്ന് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ സമയക്കുറവാണ്. ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് ജോയിൻ ചെയ്യാത്തത്. എങ്കിലും എനിക്കും ജോയിൻ ആവണം. എൻ്റെ കണ്ണൻ കരുതലുകളും കുസൃതികളും കേൾക്കാൻ. സാർ, എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ക്ഷമിക്കണേ സാറ്. വായിക്കുമ്പോൾ ഗുരുവായൂരപ്പ ശരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മഞ്ചാടിക്കുരുകളുടെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അനുഭവത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ പെറുക്കി കൊണ്ടു കൊടുത്താണ് ഭഗവാന്റെ മുമ്പിൽ തന്നെ മഞ്ചാടി. അത്രയും ദിവസം ഉണ്ടായിട്ടും ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേന്ന് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. എന്താ പറയേണ്ടത്? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മഞ്ചാടി മഞ്ചാടി മഞ്ചാടി, അങ്ങനെ എത്ര അനുഭവങ്ങളാണ് മഞ്ചാടിയായിട്ട് വരുന്നത്. ഞാൻ വീട്ടിലെ മരത്തിൻ്റെ മുകളിൽ നിന്ന് മഞ്ചാടി ഇങ്ങനെ പെറുക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്തോ ഒരു അനുഭവങ്ങളാണ് ഭഗവാനെ എല്ലാവർക്കും കൊടുക്കുന്നത് എന്ന്. ഒന്നും പറയാനില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാൻ അറിയാമല്ലോ, ജോയിൻ ബട്ടണിലൂടെ വരിക. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഈ ദിവസം അങ്ങനെ പോട്ടെ.